അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായമയക്കട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ. നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. കർത്താവ് തന്റെ അപേക്ഷിതനെ സഹായിക്കുമെന്ന് സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തമമരുളും. വലതു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നല്ലോ നിന്റെ ഫോണിൽ. എന്താ സംഭവം? ഇതിപ്പോൾ കുറച്ച് ദിവസമായല്ലോ. അതൊന്നുമില്ല. അതെ ഞാൻ കാണുന്നുണ്ട്. കോൾ വരുമ്പോൾ പുറത്തോട്ട് പോകുന്നു, അതുപോലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവുന്നു. നടക്കട്ടെ. എന്ത്? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലേ? അപ്പോൾ ഞാൻ കാണുന്നേക്കോ? അങ്ങനെയൊന്നുമില്ല മിന്ന. ചുമ്മാ അതൊന്നുമല്ല. എന്താ സംഭവം? ഒന്നുമില്ല മിന്ന, സത്യം. ദേ സേറ, മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലേ ഞാൻ എബിയെ വിളിച്ച് എല്ലാം പറഞ്ഞു. ഓർമ്മയുള്ളല്ലേ? നോ സീക്രട്സ് ബിറ്റ്വീൻ മിന്ന ആൻഡ് സേറ. ആരാ ഈ റോബിൻ? പേരൊക്കെ കണ്ടല്ലേ? കണ്ടു. ഒരു ഓർഡർ എടുത്ത് തളർന്ന് തിരികെ വരുമ്പോൾ പതിവില്ലാതെ അന്ന് ഞാൻ ഒരു കടയിൽ കയറി. അന്നാണ് ഞാൻ അവൻ ആദ്യമായിട്ട് കാണുന്നത്. എത്ര ഏട്ടാ? ചേട്ടാ ഒരു ബോട്ടിൽ വെള്ളം. എത്രയാ? എടോ, തൻ്റെ ലിക്വിഡ് ക്യാഷ് എന്തെങ്കിലും ഉണ്ടാവോ? ഏട്ടോ, ക്യാഷ് ആയിട്ടില്ല. എന്തുപറ്റി? സെർവർ ഡൗൺ ആണ്, എൻ്റെ ക്യാഷും ഇല്ല. ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കെ. ചേട്ടാ ഇതൂടെ. താങ്ക്സ് എടോ, ഇതവന്മാർക്ക് എപ്പോഴും ഉള്ളതാ. നിന്നെ ഞാൻ അവിടെ കഫേനോറിൻ്റെ അവിടെ വെച്ച് കാണാറുണ്ടല്ലോ. ഞാൻ തന്നെയും കണ്ടിട്ടുണ്ട്. അപ്പം ഇനി അവിടെ വെച്ച് കാണുമ്പോൾ തന്നാ പോരെ? ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ഒന്നില്ലെങ്കിലും നമ്മൾ ഒരേ കമ്പനിയുടെ അടിമകളല്ലേ. എടോ, ഡു യു സ്മോക്ക്? ഒരു പഫ് എടുക്കുന്നോ? ഇല്ലടോ, ഞാൻ നിർത്തിയതാ? അപ്പം മുമ്പുണ്ടായിരുന്നു? ഒരു 3-4 വർഷം മുന്നേ. പിന്നെന്തു പറ്റി? അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ വലിച്ചിട്ടില്ല. അതെന്തു പറ്റി? സ്മോക്കിംഗ് കാരണം എന്തെങ്കിലും? ഏയ്, സ്മോക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അച്ഛനും ചേച്ചിയുടെ പുറത്തു പോയതാ, ഒരു ആക്സിഡന്റ്. അച്ഛൻ മരിച്ചു, ചേച്ചി വീൽചെയറിലായി. അപ്പോൾ വീട്ടിലെ കാര്യമൊക്കെ താനാണോ? അല്ല, അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ചേച്ചി അത്യാവശ്യം ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ അങ്ങ് പോണ്. താനോ ഇത് പാർട്ട് ടൈം ചെയ്യുന്നതാണോ? അങ്ങനെയും പറയാം. ഇപ്പോൾ വിസയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പിന്നെ ഇവിടെ നിന്നിട്ടും കാര്യമൊന്നും. എന്താടോ ഇവിടെ മടുത്താ? അങ്ങനെയല്ലടോ, മൊത്തത്തിൽ നോക്കിയേ ഇവിടെ എന്തുവാ ശരിയായിട്ടുള്ളത്? സിസ്റ്റം ഒന്നും ശരിയല്ല. എന്ത് ചെയ്യാനാ? എങ്ങോട്ടെങ്കിലും പോകണം. അല്ല, തൻ്റെ പേരെന്തുവാ? ഓ, റോബിൻ. ഐ ആം സാറ. പിന്നെ എന്നും കാണും, സംസാരിക്കും. അവൻ എൻ്റെ ആരൊക്കെയോ ആവുന്ന പോലെ തോന്നും. ഈ വീടിന് പുറത്തിറങ്ങിയാലും എനിക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരാൾ. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ കേട്ടിരിക്കും. ഒരിക്കൽ പോലും അവൻ എന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല. അവന് ഞാനും അങ്ങനെ തന്നെയാണ്. താണ്ടി ചെറുകനവാലെ നിന്നെ മനമറിയാ
ശോകമാണല്ലോ. ഞാൻ പറയുന്നല്ലോ ഇയാൾ കേൾക്കുന്നുണ്ടോ? ഓർഡർ 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 സീനാണ്. പോടാ, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വന്നിക്കുമ്പോഴത്തേക്ക് എന്റെ ഓർഡർ എടുത്തോണ്ട് പോകല്ലെന്ന്. നിങ്ങൾക്കിപ്പോ ഓർഡർ ഇല്ലെങ്കിൽ എന്താ, ചാറ്റാൻ ആളുണ്ടല്ലോ. ഓ ലവാണോ ചോദിച്ചാ എങ്ങനെ കുറച്ച് ചെറുതല്ലേ? ഓ ഞാനെന്നാ ഓർഡർ എടുത്തിട്ട് ഓർഡർ എടുത്ത് പോണം. ഹലോ, ആരാ? സേറയുടെ ഫ്രണ്ടാ. സെറയുടെ ഫ്രണ്ടോ? ഇല്ല, റോബിൻ ആണല്ലോ എഴുതിയിരിക്കുന്നത്. ആ, റോബിന്റെ പേരാണ്. സേറയുടെ ഫ്രണ്ടാ. സേറയ്ക്ക് അത് കൊടുക്കോ? ചേച്ചി, ദേ ചേച്ചിയുടെ റോബിൻ വിളിക്കുന്നു. നീ ആ ഫോണിങ് തന്നേ. എന്നിട്ട് നീ അവനോട് പറഞ്ഞായിരുന്നോ എന്ത്? നിന്റെ ഫീലിങ്സ്? ഇല്ല. എൻ്റെ പൊന്നു മോളെ, ജീവിതാനുഭവം കൊണ്ട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കണ്ണുകൊണ്ട് പലതവണ പറഞ്ഞതാ. എന്താണ് സാഹിത്യമൊക്കെ? എന്തേലും ഉണ്ടേ എത്രയും പെട്ടെന്ന് പറയുക. പറ്റുമെങ്കിൽ നാളെ തന്നെ. നാളെയോ? നാളെ. ഞാൻ പറയത്തില്ല. ആ, എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങ് വാ. നാളെ പറയാല്ലേ? എബി പെട്ടെന്ന് വന്നേ, ലേറ്റ് ആവണോ? ഹേയ്, ഹലോ, എവിടാണ്? ഞാൻ വീട്ടില്. ഞാൻ വിസയുടെ ആവശ്യമായിട്ട് ഓഫീസ് വരെ പോയി ഇറങ്ങിയതാ. ഇവിടെ ആണെ ഫുള്ള് ബ്ലോക്കിൽ പെട്ട് നിൽക്കുക. ഇതിപ്പോ കുറെ നേരമായി. എവിടെ? നമ്മുടെ ആ റെയിൽവേ ക്രോസിന്റെ അവിടെ. ഇവരാണെങ്കിൽ രാവിലെ പെട്ടെന്ന് വിളിച്ചിട്ട് വരാനും പറഞ്ഞു. ഇത്ര ലേറ്റ് ആയി. ചേച്ചി വാ പോവാം. വല്ലതും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്? ഇല്ലടോ. ശരിയടോ, ഞാൻ വെക്കുക. ഇവനെ തിരക്കാക്കുന്നു. ആര്? അബി, അവനെ സ്കൂളിൽ കൊണ്ടുവിടണ്ടേ? ഓക്കെ, എന്നാ പിന്നെ നടക്കട്ടെ. മീനേച്ചി പോവുകയാണേ. നോക്കി പോണേ. ചേച്ചി, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സ്കൂളിലോട്ട്. നമ്മൾ ഇതിലല്ലല്ലോ എങ്ങും പോണം. ഇതേ പുതിയൊരു വഴിയാ. ചേച്ചി ഇതേ കണ്ടോ, വരി തീർന്നു. റോഡ് കഴിഞ്ഞതല്ലട പൊട്ട. ട്രെയിൻ പോവാൻ നിർത്തിയേക്കുക. ഫോണിങ് തന്നെ. ഹലോ, എടോ, ഒന്ന് തിരിഞ്ഞു നോക്കടോ. എവിടെ? തന്റെ പുറകില്. ഹേ, ഞാനിവനെ സ്കൂളിലോട്ടാക്കാൻ ഇറങ്ങിയതാ. ഹലോ. ഇവനെന്ത് പിണക്കോ? ആണോടാ? ഏയ്, തന്നോട് ഇതുവഴി വരണ്ടെന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഫുള്ള് ബ്ലോക്കാ. ചേച്ചിയില്ലേ പറഞ്ഞത് എളുപ്പമുള്ള വഴിയാണ്. ചുമ്മാ ഇരി. ചേട്ടാ, ചേച്ചി എന്നെ നുള്ളുന്നു. എന്താടോ ഒരു ഏയ്, വശപ്പിച്ച്? ഒന്നുമില്ലടോ, ഇവൻ ചുമ്മാ. ദേ വിട്ടു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പോട്ടേടാ. പിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? എന്തിട്ട്? എനിക്ക് കോളേജ് പെട്ടെൻ തീരും. അപ്പൊ ഞാൻ കരുതി നേരത്തെ ഇറങ്ങാന്ന്. പിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാണാം. ശരി, പോട്ടെ. പോവാം. ഹലോ. ഹേയ്, ഹായ്. ഇന്ന് ഓർഡർ ഒന്നും കിട്ടിയില്ലേ? ഇല്ലടോ, ഇതുവരെ ഒന്നും കുറെ വന്നില്ല. നേരമായി വന്നിട്ട്. ഏയ്, കുറച്ചു നേരമായി. താ വരുന്നു. ഓർഡർ ഓർഡർ മുടക്കിയോ? എന്താ അങ്ങനെ വിളിക്കണേ? എന്റെ പൊന്നു മോളെ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കണ എന്റെ എഫേർട്ട് കണ്ട് 1 or 2 ഓർഡർ ചിലപ്പോൾ കൂടുതൽ വരും. അതിനാണ് ഉമാർ എന്നെ കളിയാക്കണത്. ഞാൻ പറയുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ സൈറേ? സൈറ അല്ല, സേറ. സേറ പുള്ളി നിനക്ക് ആരുടെ ഈ പേരിട്ട? ഇത് ഞാൻ എവിടെയോ അളിയ കൊണ്ട്
ഞാനെന്നാ അങ്ങോട്ട് ഇതാ ഞാൻ പറഞ്ഞു, വരുന്നു, ഓർഡർ എടുക്കുന്നു, പോകുന്നു. അല്ല ഇന്ന് പോയ കാര്യം എന്തായി? ആടോ അത് ഷേ കൺഗ്രാറ്റ്സ്. താങ്ക് യു. പിന്നെ 3 ദിവസത്തിനകത്ത് മുംബൈ പോകണം. അവിടെ 3 മാസം ട്രെയിനിങ്, അവിടെ നിന്ന് നേരെ സ്കോട്ട്ലൻഡ്. ഓ ആ അങ്ങനെ അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തിരും പോയി. എന്ത് പറ്റി? ഒന്നുമില്ലടോ, കൺഗ്രാറ്റ്സ്. താനതൊരിക്കൽ പറഞ്ഞതാ. എന്ത് പറ്റി? ഒന്നുമില്ല എടോ, എനിക്ക് പോണം. എന്താ സമയായി. കാര്യം? എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. സേറ നിക്ക്. ഇല്ലടോ, കുറച്ച് ജോലി തിരക്കുണ്ട്, പോയിട്ട് വരാം. താനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞതോ? അതൊന്നുമില്ല. പറഞ്ഞിട്ട് പോ. ഇല്ലടോ. ഹലോ ചേച്ചി. ആ കയറി വാ മോളെ. രണ്ടാളും കൂടി എന്തോ പണിയില്ലാ തോന്നുന്നു. ചെറിയ ക്രാഫ്റ്റ് വർക്കില്ല. എബി എവിടെ ഉണ്ടായിരുന്നു? ആ ഇവനിവിടെ ഉണ്ടായിരുന്നു. സാർ എവിടെ? താഴത്തെ മുറിയിലുണ്ട്. ഓക്കെ. സാറാ. ഓ നീയോ? വാ. നീ എന്താ റൂമിൽ കയറി അടയിരിക്കുക? ഒന്നുമില്ലടാ, പുറത്തിറങ്ങാനൊന്നും രീതിയില്ല. കൊറേ ആയല്ലോ കണ്ടിട്ട്. ഓ എന്തു പറ്റി? ഒന്നുമില്ലടോ, വയ്യാത്ത പോലെ, വേറെ പ്രശ്നമൊന്നുമില്ല. നീ ഓക്കെയാ? ഓ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആക്ച്വലി ഞാൻ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ഇല്ലേ, ഓ അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. നീ എവിടെ ഇരിക്കേ? താങ്ക് യു. നാളെ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങൂലേ? നോക്കാടാ, ഇറങ്ങാൻ നോക്ക്. പോട്ടെ. ശരി. സാർ ആക്ച്വലി നീ ഓക്കെ അല്ലേ? ആടാ, നീ പൊക്കോ. ഞാൻ കാണുവാണ്. എന്താ പറ്റിയ നിനക്ക്? ഒന്നുമില്ല. സേറ നീ കരയാ? എന്തു പറ്റിയടാ? മഹിമയല്ലേ? ശരി. ഹലോ
പറഞ്ഞിട്ട്? എനിക്ക് ഇവിടെ അടുത്തൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പം തന്നെ കൂടെ കണ്ടിട്ട് പോകാന്ന് ഓക്കേ, വിചാരിച്ചു. എന്തായാലും വന്നല്ലോ. ഓ എടോ ഞാൻ എടോ പോവാണ്. 4 മണിക്ക് എൻ്റെ ട്രെയിൻ, അത് കഴിഞ്ഞ് പോയാൽ പോരെ? ഏ ഇല്ല, ഇനി ഇവിടെ ഞാൻ കരയും. വെറുതെ. പിന്നെ പോയിട്ട് വാ, ബെസ്റ്റ് ഓഫ് ലക്ക്. അവിടെ പോകുമ്പോൾ നമ്മളെയൊക്കെ മറക്കുവോ? പോടോ, തന്നെ മറക്കാനോ? ശരിയടോ, ഞാൻ പോയിട്ട് വരാം. അവിടെ പോകുമ്പോൾ നമ്മളെയൊക്കെ മറക്കുവോ? പിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. തനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞതോ? അതൊന്നുമില്ല. പറഞ്ഞിട്ട് പോ. ഇല്ലടോ. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1733 नागरकोइल से लेकर वसई रोड जाने वाली गांधीधाम एक्सप्रेस 1 घंटे देरी से चल रही है. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1636 നാഗർകോവിൽ നിന്നും വസൈ റോഡിൽ പോകുന്ന ഗാന്ധിധാം എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടുന്നു. നീ എവിടാ? നീ പോയില്ലേ? നിനക്കൊന്ന് വരാൻ പറ്റുമോ? എങ്ങോട്ട്? റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട്. ഒരു 5 മിനിറ്റ് പോരാ. വേഗം വാ. എടാ 4 മണിക്കല്ലേ എൻ്റെ ട്രെയിന്? എടാ നീ വണ്ടി എടുക്ക്. എങ്ങോട്ട്? നീ വണ്ടി വളക്കി. ആ എടാ വീട്ടിലോട്ടാണോ? അതൊക്കെ ഞാൻ പറയാം. എന്തായി പാക്കിംഗ് ഒക്കെ? ചെയ്തോണ്ടിരിക്കുക. എന്ത് പറ്റി? ഒരു വിഷമം പോലെ. എന്തു പറ്റി? എന്തോ ഒരു വിഷമമുള്ളത് പോലെ തോന്നി. എനിക്ക് മനസ്സിലായി, സെറയുടെ കാര്യമല്ലേ? അങ്ങനൊന്നും ഇല്ല. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അവൾ ഇഷ്ടായിരുന്നല്ലേ? ഒത്തിരി. ഒന്നുമില്ല. എന്തെങ്കിലും എടുക്കാൻ മറന്നാ? അതൊന്നും അല്ല. എടാ വീട്ടിലോട്ടാണോ? എടാ നീ നമ്മൾ സ്ഥിരം നിൽക്കാറുള്ള സ്ഥലത്തോട്ട്. അവിടെ എന്താ കാര്യമുണ്ട്. എടാ കാര്യം പറയണ നീ. എടാ നിർത്ത് അവളാ? ഓ ഇതാണല്ലേ എന്റെ അത്യാവശ്യം. എടാ എനിക്ക് അവളോടൊരു കാര്യം പറയാനുണ്ട്. എടാ നിന്റെ അടുത്ത് ഞാൻ അന്നേ ചോദിച്ചല്ലേ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ നിന്റെ ഒടുക്കത്തെ ജാട. ശരിയെന്നാ ഞാൻ പോട്ടെ. പോവാണ്. പിന്നെ എനിക്ക് എന്റെ ഓർഡർ എടുക്കണ്ട്. എന്നാ പോ. പോയില്ലേ? എടോ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാ. And I want to say you something. എന്തുവാ? തിരക്കാണെന്ന് പറഞ്ഞിട്ടും താൻ എന്തിനാ എന്നെ കാണാൻ വന്നേ? എടോ അത് ഞാൻ വെറുതെ അവിടെ എടോ തനിക്ക് എന്നെ ഇഷ്ടമാണോ? ആ അല്ലാണ്ട് അന്നത്തെ 28 തിരിച്ചു വാങ്ങിക്കാനൊന്നല്ലല്ലോ എന്നെ കാണാൻ വേണ്ടി വന്നേ. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പൈസ തിരിച്ചു തരാനാ താനിപ്പോ ഇവിടെ വന്നേ? എടോ ഐ ലവ് യു. ഐ ലവ് യു.